വൈവിധ്യങ്ങളുടെ സംസ്കാരമാണ്. ഇന്ത്യയെ വായിക്കുമ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കടന്നു പോകുന്ന ഒരാൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വൈവിധ്യങ്ങളുടെ ചിത്രങ്ങളായിരിക്കും. പല മതങ്ങൾ, പല ഭാഷകൾ, പല ഇസങ്ങൾ, പല സംസ്കാരങ്ങൾ, പല ജീവിത രീതികൾ, ആചാരാനുഷ്ഠാനങ്ങൾ. ഈ അർത്ഥത്തിൽ ബഹുമുഖ സംസ്കാരങ്ങളുടെയും നാനാത്വങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും ചിത്രങ്ങളാണ് ഇന്ത്യയിലെമ്പാടും കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത വൈവിധ്യങ്ങളുടെ ഈ ഒരു സൗന്ദര്യം മാത്രമാണ്. ആ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും, പല ഭാഷകൾ സംസാരിക്കുമ്പോഴും, പല മതങ്ങളിൽ വിശ്വസിക്കുമ്പോഴും, പല ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ആ വൈവിധ്യങ്ങൾക്കിടയിലും നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ഒരു വലിയ ഫീലിംഗ് ഉണ്ട്, ഒരു വികാരമുണ്ട്. ദ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നാനാത്വങ്ങൾക്കിടയിലും നമ്മളെ ചേർത്ത് നിർത്തുന്ന ഏകതാബോധം. ആ ഏകതാബോധമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹത്വമായി നമ്മൾ വായിക്കേണ്ടത്. ഇന്ത്യയുടെ ഭരണഘടന വായിക്കുമ്പോൾ അതിൻ്റെ പ്രിയാമ്പിളിൽ, അതിൻ്റെ ആമുഖ ഭാഗത്ത് എഴുതി വെച്ച മനോഹരമായ ചില വാക്കുകൾ: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens എന്ന് വളരെ മനോഹരമായി ഇന്ത്യ എന്താണെന്ന്, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ എന്താണെന്ന്, ഈ രാജ്യം മുന്നോട്ട് വെക്കുന്ന മതേതര സ്വഭാവങ്ങൾ എന്താണെന്ന് വളരെ മനോഹരമായി ഇന്ത്യയുടെ ഭരണഘടനയിൽ നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും. ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ ദിനത്തിന് ഒത്തുകൂടുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ പ്രതിജ്ഞ എന്ന് പറയുന്നത് ഈ ഭരണഘടനാ മൂല്യങ്ങളെ, ഇന്ത്യയുടെ മതനിരപേക്ഷതയെ, ഇന്ത്യയുടെ ജനാധിപത്യ സൗന്ദര്യങ്ങളെ തകർക്കാൻ ഒരിക്കലും കൂട്ടുനിൽക്കുകയില്ല എന്ന ഏറ്റവും വലിയ പ്രതിജ്ഞയായിരിക്കണം ഓരോ സ്വാതന്ത്ര്യ ദിനത്തിനും നമ്മൾ എടുക്കേണ്ട. പടഞ്ഞു വീഴുമ്പോൾ ആ മനുഷ്യൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചത് ഭഗവത്ഗീതയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഹേ റാം ഹരേ റാം എന്നായിരുന്നു. ഒരു നല്ല ഹിന്ദു മതവിശ്വാസിയായിരിക്കുമ്പോഴും ആ ഗാന്ധിയുടെ ഇരുവശത്തും ഉണ്ടായിരുന്നത് മൗലാന ഷൗക്കത്ത് അലിയെ പോലെ, മൗലാന മുഹമ്മദ് അലിയെ പോലെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ കൂടിയായിരുന്നു. ഇങ്ങനെ മതങ്ങൾക്കപ്പുറത്ത്, ജാതികൾക്കപ്പുറത്ത്, വിവേചനങ്ങൾക്കപ്പുറത്ത് എല്ലാവരും ചേർന്ന് നിന്ന് നേടിയെടുത്തതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്, വിഭജിക്കാതിരിക്കുക എന്നുള്ളതാണ്. മതത്തിന്റെ പേരിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്നുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിന ചരിത്രങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന സന്ദേശം. ഇന്ത്യ വായിച്ചു നോക്കൂ നിങ്ങൾ. ഇത്ര മനോഹരമായ ഒരു ദേശത്തിന്റെ കഥ പറയാൻ മറ്റൊരാൾക്കും കഴിയില്ല. എല്ലാ ഇസങ്ങളെയും എല്ലാ മതങ്ങളെയും ചേർത്ത് സ്വീകരിച്ച ഒരു മണ്ണിന്റെ കഥയാണ് ഇന്ത്യ പറയുന്നത്. സെന്റ് തോമസ് ക്രൈസ്തവ ദർശനങ്ങളുമായി കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ക്രിസ്തീയ ദർശനങ്ങൾ പ്രബോധനം ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത കേരളത്തിന്റെ ഇന്ത്യയുടെ മണ്ണ്. മാലിക് ബിൻ ദിനാറും കൂട്ടരും ഇസ്ലാമിക സന്ദേശങ്ങളുമായി കടന്നു വന്നപ്പോൾ ആ ഇസ്ലാമിക സന്ദേശങ്ങൾക്ക് പ്രബോധനം നടത്തുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത മണ്ണ്. തുളസീദാസ് എന്ന് പറയുന്ന ഹിന്ദു ആത്മീയ ആചാര്യന് രാമായണം എഴുതുവാൻ ഒരു മുസ്ലിം മസ്ജിദിന്റെ മുറ്റത്ത് പായ വിരിച്ചു നൽകി സ്നേഹം പങ്കിട്ട ഇന്ത്യയുടെ സ്നേഹത്തിന്റെ മണ്ണ്. പൊന്നാനിയിലെ അലവിയും ഗോവിന്ദനും ജീവിച്ച കേരളത്തിന്റെ മണ്ണാണ്. നമ്മുടെ നാടിന്റെ സൗന്ദര്യമാണ്. പൊന്നാനിയിലെ അലവിയെയും ഗോവിന്ദനെയും നമ്മൾ വായിച്ചിരുന്നു. അലവി വരുന്നത് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന്, ഗോവിന്ദൻ വരുന്നത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന്. ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണെങ്കിലും ഗോവിന്ദൻ പട്ടിണിയാണ്. ഗോവിന്ദൻ പട്ടിണിയാണെന്നുള്ള വിവരം ആകെ അറിയാ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അലവിക്കാണ്. അലവി എന്ത് ചെയ്തു എന്നറിയോ? അലവിയുടെ വാപ്പയ്ക്ക് ഒരു കടയുണ്ട്. അലവി വാപ്പയുടെ കടയിൽ നിന്ന് എന്നൊരു പഴം മോഷ്ടിച്ചു കൊണ്ടുവരും. എന്നിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആ ഗോവിന്ദന് കൊടുക്കും. അലവി മോഷ്ടിച്ചു കൊണ്ടുവരുന്ന പഴം ഭക്ഷിച്ചുകൊണ്ട് ഗോവിന്ദൻ തന്റെ പശിയടക്കും, തന്റെ വിശപ്പടക്കും. ഇതിങ്ങനെ തുടർന്നപ്പോ ഒരു ദിവസം ബാപ്പ പിടിച്ചു അലവി ഇങ്ങനെ പഴം മോഷ്ടിക്കുന്നത്. ബാപ്പയോട് അലവി പറഞ്ഞില്ല, വാപ്പ ഇത് എനിക്ക് വേണ്ടിയല്ല, ഇതെന്റെ കൂട്ടുകാരന് വേണ്ടിയാണെന്ന് ബാപ്പയോട് അലവി പറഞ്ഞില്ല. തൻ്റെ കൂട്ടുകാരൻ്റെ ദൈന്യത അവിടെ മറച്ചു വെച്ചു. ആ രണ്ടാളുകളും വളർന്നു. അലവി മലപ്പുറത്തു നിന്ന് വളർന്ന് മലപ്പുറത്ത് അറിയപ്പെട്ട ഒരു വലിയ മുസ്ലിം കാരണവരായി മാറി. ഗോവിന്ദൻ മലപ്പുറത്തു നിന്ന് വളർന്ന് കേരളത്തിന്റെ യശസ് ഉയർത്തിയ ഇടശ്ശേരി ഗോവിന്ദൻ എന്ന് പറയുന്ന മലയാളത്തിന്റെ വലിയ കവിയായി മാറി. അദ്ദേഹം പിന്നീട് ഒരു കവിതാ സമാഹാരം പുറത്തിറക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ വന്മല എന്നാണ് അതിന് അദ്ദേഹം പേര് കൊടുത്തത്. അതിൽ തൻ്റെ ബാല്യകാല സുഹൃത്തായ അലവിയെ സ്മരിച്ചുകൊണ്ട് ഇടശ്ശേരി ഗോവിന്ദൻ എഴുതിയ മനോഹരമായ ചില വാക്കുകളുണ്ട്. 100% ഞാനൊരു ആര്യക്കൂറും കൊടുമയുമുള്ള ഹിന്ദു.
എങ്കിലും മാപ്പിളെ നീ എന്നെ അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ, കാഫിർ എന്നെ വിളിച്ചുകൊള്ളൂ, കുടുംബ വെക്കാതെ കഴിഞ്ഞുകൊള്ളൂ. 100% മാപ്പിള പേരും പെരുമയും വെച്ചു പോറ്റു. നമുക്കൊന്നായി മുന്നോട്ട് പോയി നന്മയോ തിന്മയോ നേടാമൊപ്പമെന്ന് തൻ്റെ ബാല്യകാല സുഹൃത്തായ അലവിയെ സ്മരിച്ചുകൊണ്ട് ഇടശ്ശേരി ഗോവിന്ദൻ പാട്ടുപാടിയിട്ടുണ്ടെങ്കിൽ, കവിത ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ഈ സ്നേഹമാണ്, ഈ പാരസ്പര്യമാണ്, ഈ പങ്കുവെക്കലാണ് നമ്മുടെ നാട് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. നമ്മുടെ നാട്ടിൽ നിന്ന് ഹൈന്ദവ വിശ്വാസികൾ അവർ ശബരിമലയിൽ അയ്യപ്പനെ കാണുന്നതിന് വേണ്ടി തീർത്ഥാടന യാത്രക്ക് പോകുന്ന അനുഭവം നമ്മൾ ഓർക്കാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ ആദ്യം പോകുന്നത് എരുമേലിയിലെ വാമരുടെ അടുത്താണ്. എരുമേലിയിലെ വാമരെ കണ്ടിട്ടാണ് സ്വാമിയെ കാണുക. ഈ നാട് പങ്കുവെക്കുന്ന സ്നേഹത്തിന്റെ എത്രമാത്രം ഉദാഹരണങ്ങളാണ് നമുക്ക് പറയുവാനുള്ളത്. നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും നമ്മളുടെ അനുഷ്ഠാനവും ഒക്കെ നമ്മൾ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുമ്പോഴും അപരന്റെ കൂടെയുള്ളവന്റെ സഹോദരന്റെ വിശ്വാസത്തെയും അവന്റെ ആദർശത്തെയും അവന്റെ സ്വഭാവത്തെയും അവന്റെ ഇടപെടലുകളെയും ഒക്കെ മാനിക്കുന്ന ഒരു നല്ല വ്യക്തിശുദ്ധി കൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന സന്ദേശമായി നിങ്ങൾക്ക് പകർന്നുകൊണ്ട് എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്.